കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ എസ് ഓഫ് ഇസഡ് അത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു പവർ സീരീസ് കൺവേർജൻ്റ് ആണ് ഒരു പോയിന്റിലെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് എബൌട്ട് ഇസഡ് നോട്ട് ആണ് ഇസഡ് നോട്ടും ആ ഇസഡ് വണ്ണും തമ്മിലുള്ള റേഡിയസിൻ്റെ ഉള്ളിൽ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കും, എസ് ഓഫ് പവർ സീരീസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ യൂണിഫോം കൺവേർജൻസും പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പവർ സീരീസിനെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ചെയ്യുന്നത്, അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു തിയറമാണ്, ലെറ്റ് സി ഡിനോട്ട് എനി കോണ്ടൂർ ഇന്റീരിയർ ടു ദ സർക്കിൾ ഓഫ് കൺവേർജൻസ്. അപ്പം സി എന്ന് പറയുന്ന സർക്കിൾ ഓഫ് കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ് എന്താണെന്ന് നമുക്കറിയാം. ആ സർക്കിളിൻ്റെ പുറത്ത് ഏത് പോയിന്റ് എടുത്താലും അവിടെ ആ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കില്ല. അങ്ങനെയുള്ള ലാർജസ്റ്റ് സർക്കിളാണ്. ആ സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ എല്ലാ പോയിന്റിലും നമ്മുടെ പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പവർ സീരീസ് സമ്മേഷൻ n = 0 to infinity an z minus z0 raised to n എടുത്തു. അത് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. Let g of z be any function that is continuous on C. അപ്പോൾ C എന്ന് പറയുന്ന സർക്കിൾ ഓഫ് കൺവേർജൻസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആണ് നമ്മുടെ C എന്ന് പറയുന്നത്. ഈ സിയിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ g കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് ഇസഡ് എസ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, സമ്മേഷൻ n = 0 to infinity an ഇന്റഗ്രൽ ഓവർ സി ജി ഇസഡ് ഇസഡ് മൈനസ് z0 raised to n ഡി ഇസഡ്. അതായത് നമുക്കൊരു കാര്യം അറിയാവുന്നത്, ഇൻ്റഗ്രേഷൻ ഇപ്പോൾ ഈ ജി ഓഫ് ഇസഡ് ഇൻറ്റു ഒരു എ പ്ലസ് ബി പ്ലസ് സി ഇത് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസാണ് ഉള്ളത്. ഇത് ഇൻ്റഗ്രൽ ജി ഓഫ് ഇസഡ് എ പ്ലസ് ഇൻ്റഗ്രൽ ജി ഓഫ് ഇസഡ് ബി പ്ലസ് ഇൻ്റഗ്രൽ ജി ഓഫ് ഇസഡ് സി ആണെന്നുള്ളത് നമുക്ക് അറിയാം. അതേസമയം ഇവിടെ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, എസ് ഓഫ് ഇസഡ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരുന്ന ഒരു സമ്മാണ് തന്നിരിക്കുന്നത്. ഈ എസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് അതിലേക്ക് കൺവേർജ് ചെയ്യുന്നേ ഉള്ളൂ ഈ പവർ സീരീസ്. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ? യെസ്, അത് പറ്റും എന്നാണ് പറയുന്നത്. ഇഫ് the C is taken inside the circle of convergence. അപ്പോൾ ഇവിടെ സമ്മേഷൻ, അപ്പോൾ ഈ എസ് ഓഫ് ഇസഡിന് പകരം നമ്മൾ ആ an × z മൈനസ് z0 raised to n സമ്മേഷൻ എഴുതി എന്നുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ സമ്മേഷൻ ഇൻ്റഗ്രലിൻ്റെ പുറത്ത് എഴുതി, കാരണം ഇവിടെ നമുക്ക് സമ്മേഷൻ എഴുതാം അല്ലേ, ഈ ഫോമിൽ ഇതിനിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ ഇൻ്റഗ്രൽ jz a എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ സമ്മേഷൻ n = 0 to infinity an കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്ത് ജി ഇസഡ്, അതായത് നമ്മുടെ പവർ സീരീസ് ഇപ്പോൾ തന്നിരിക്കുന്ന a0 + a1 z മൈനസ് z0 + a2 z മൈനസ് z0 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്. ഇത് കൺവേർജ് ചെയ്യുന്ന എസ് ഓഫ് ഇസഡിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ജി ഓഫ് ഇസഡ് എസ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സമ്മേഷൻ. അതായത് സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോം, അതായത് a0 സമ്മേഷൻ മാറ്റിക്കഴിഞ്ഞാൽ a0 ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് a1 integral over c g of z into z minus z0 dz plus a2 into integral over c g of z minus z0 whole square dz. ഇത് ആഡ് ചെയ്ത് പോകുന്നത് നോട് ഈക്വൽ ആണ് ഇന്റഗ്രൽ ഓവർ സി ജി ഇസഡ് എസ് ഇസഡ് ഡി ഇസഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാനത് എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണം, അങ്ങനെ പറ്റുമോ, അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സർക്കിൾ ഓഫ് കൺവേർജൻസിൻ്റെ ഉള്ളിൽ നമ്മൾ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, എസ് ഓഫ് ഇസഡ്. നമ്മൾ ആ സം ഈക്വൽ ടു എസ് ഓഫ് ഇസഡ് എന്നാണ് പറയാറ്. ആ എസ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എപ്പോഴും നമ്മൾ ഇൻ്റഗ്രേഷൻ പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തിനെയാണോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത്. ആ ഇൻ്റഗ്രൻ്റ് അറ്റ്ലീസ്റ്റ് പീസ് വൈസ് എങ്കിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിലെടുത്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ്, ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ സി ആണ്, അതുപോലെ എസ് ഓഫ് ഇസഡ് എൻറ്റയർ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ കണ്ടിന്യൂസ് ആണ്. ഈ സർക്കിൾ ഓഫ് കൺവേർജൻസിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ സി കിടക്കുന്നത്. അതുകൊണ്ട് എസ് ഓഫ് ഇസഡ് ഈസ് കണ്ടിന്യൂസ് ഇൻസൈഡ് and hence on C.
അപ്പം ഈ ഇന്റഗ്രൽ ഓവർ സി ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക്, കാരണം ജി ഇസഡും എസ് ഇസഡും കണ്ടിന്യൂസ് ഓൺ സി ആണ്. ഇനി ജി ഇസഡ് ഇൻറ്റു എസ് ഇസഡ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതാൻ പോവാണ്. ജി ഇസഡ് ഇൻറ്റു എസ് ഇസഡ് ഇതാണ്, ഈ സമ്മേഷൻ ആണ്. ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് സമ്മ് വരെ ഉള്ളത് എടുത്തു, n ഈക്വൽ ടു 0 to n-1 an z മൈനസ് z നോട്ട് റേസ് ടു n പ്ലസ് ജി ഓഫ് ഇസഡ് ഇൻറ്റു പിന്നെ റിമൈൻഡർ ടേംസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള n ടു ഇൻഫിനിറ്റി വരെയുള്ള ടേംസ് ആണ് ഈ റോ n ഇസഡ് എന്ന് പറയുന്നത്. അതായത് സമ്മേഷൻ small n equal to capital N to infinity an z minus z naught raised to n ആണ് നമ്മളെ rho n z. This is equal to ഈ g of z നെ ഞാൻ ഉള്ളിലേക്ക് എടുത്തു, summation n equal to 0 to n-1 an g z minus z naught raised to n plus g z into rho n z. ഇനി the terms of the finite sum, ഈ സം എന്താണ്, ഫൈനൈറ്റ് ടേംസേ ഉള്ളൂ. അപ്പോൾ ഇത് എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രലിൽ സമ്മേഷൻ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം അല്ലേ. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇന്റഗ്രൽ ഓവർ ജി ഇസഡ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഇന്റഗ്രൽ ജി ഇസഡ് എ പ്ലസ്. അപ്പൊ മൊത്തത്തിൽ ആ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് സമ്മേഷൻ എടുക്കാം. അതായത് സമ്മേഷൻ ഈ റിസൾട്ട് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് സമ്മേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ ഇന്റഗ്രൽ. ഇതാണ് ശരിക്കും നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സമ്മേഷൻ കണ്ടോ, ഈ എസ് ഓഫ് ഇസഡ് ഇതിന്റെ ഉള്ളിലാണ്. ഇത് ഈക്വൽ ടു സമ്മേഷൻ പുറത്തെടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണെന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ. അപ്പോൾ ഇന്റഗ്രേഷൻ നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ നമുക്ക് പുറത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കി അറിയേണ്ടത് ഇതിന്റെ കാര്യം മാത്രമാണ്, കാരണം ഇവിടെയാണ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരുന്നത്. എന്തായാലും നമ്മൾ രണ്ട് സൈഡിലും ഇന്റഗ്രൽ ഓവർ സി ഡി ഇസഡ് കൊടുത്തു. ഇന്റഗ്രൽ ഓവർ സി ജി ഇസഡ് എസ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇവിടെയും കൊടുത്തു, ഇന്റഗ്രൽ ഇവിടെയും കൊടുത്തു. ഇനി നമുക്കറിയാം ഇത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളതുകൊണ്ട് സമ്മേഷനെ പുറത്തേക്ക് എടുക്കാം. സമ്മേഷൻ n ഈക്വൽ ടു 0 to n-1 an ഇന്റഗ്രൽ ഓഫ് സി ജി ഇസഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ്ഡ് ടു ഡി ഇസഡ് പ്ലസ് ഈ ടേം. ഇനി ഈ ഇക്വേഷൻ 1 നമ്മൾ കൺസിഡർ ചെയ്തു, ഇത് കുഴപ്പമില്ല. ഈ ടേം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെയുണ്ട്, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ഇതാണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. m എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ഓഫ് മോഡ് ജി സെഡ് ഓൺ സി ആണ്, L ലെങ്ത് ഓഫ് സി ആണ്. യൂണിഫോം കൺവേർജൻസ് നമുക്കറിയാം, നേരത്തെ യൂണിഫോം കൺവേർജൻസ് ഓഫ് പവർ സീരീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. സർക്കിൾ ഓഫ് കൺവേർജൻസിന്റെ ഉള്ളിൽ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ n എപ്സിലോൺ ഉണ്ട് ഫോർ ഓൾ പോയിന്റ്സ് ഇസഡ് ഓൺ സി. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് അല്ല, ഏത് ഇസഡ് എടുത്തു കഴിഞ്ഞാലും ഒരു എപ്സിലോണിന് ഈ ഒറ്റ n എപ്സിലോണേ ഉള്ളൂ. അതാണ് യൂണിഫോം കൺവേർജൻസ്. മോഡ് റോ ഇൻ ഇസഡ് എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും വെനെവർ n ഗ്രേറ്റർ ദാൻ n എപ്സിലോൺ. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ ഒരു പാർട്ട് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോയില്ല, അതാണ് ഈ പാർട്ട്. ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് ഇസഡ് റോ എൻ ഇസഡ് ഡി ഇസഡ്, ഇതിന്റെ മോഡുലസ് വാല്യൂ നമ്മൾ നോക്കാൻ പോവാണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എം, നമ്മുടെ എം എൽ ഇൻഇക്വാളിറ്റി ആണ്. ജി ഇസഡിന്റെയും റോ ഇൻ ഇസഡിന്റെയും മാക്സിമം വാല്യൂ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഇസഡിന്റെ മാക്സിമം വാല്യൂ നമ്മൾ പറഞ്ഞു, മോഡ് ജി സെഡിന്റെ മാക്സിമം വാല്യൂ എം ആന്ന് പറഞ്ഞു. റോ എൻ സെഡിന്റെ മോഡിന്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ എം എപ്സിലോൺ ഇൻറ്റു എൽ ആണ്. ഇനി രണ്ട് സൈഡിലും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ഈ എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ആസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതെന്താവും, ഇത് ഈക്വൽ ടു 0 ആണ്. ഇനി ദിസ് ഇംപ്ലൈസ് മോഡുലസിന്റെ ലിമിറ്റ് 0 ആണെങ്കിൽ നമ്മൾ മോഡുലസ് മാറ്റിയിട്ട് ലിമിറ്റ് കൊടുത്താലും അത് 0 ആയിരിക്കും. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ ഓവർ സി ജി ഇസഡ് റോ എൻ ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 2. നമ്മൾ ഇനി ഇക്വേഷൻ 1 എഴുതിയിരുന്നില്ലേ, ഇക്വേഷൻ 1 ഇതാണ്. ഈ ലിമിറ്റ് ഇല്ലാതെയുള്ള ഇക്വേഷനിൽ നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇട്ട് കൊടുത്തു. ഇവിടെ എന്നിന്റെ ടേംസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇത് ഇന്റഗ്രൽ സി ജി ഇസഡ് എസ് ഇസഡ് ഡി ഇസഡ് എന്ന് കിട്ടി. ഇനി ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഇൻഫിനിറ്റി ആവും, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. an ഇന്റഗ്രൽ ഓഫ് സി ജി ഇസഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ ഡി ഇസഡ് പ്ലസ് ഈ ടേം എന്തായി പോകുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വേഷൻ 2 0 ആയി പോകുന്നു. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു. ഹെൻസ് ദ തിയറം ഈസ് പ്രൂവ്ഡ്. ഇത് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിന്റെ കൊറോളറിയാണ്
എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ സർക്കിൾ ഓഫ് കൺവേർജൻസിന്റെ ഉള്ളിൽ അനലറ്റിക് ആണ്. അപ്പോൾ എസ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന എസ് ഓഫ് ഇസഡ് അനലറ്റിക് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോകും. ഇതൊക്കെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇത് ഓർത്തിരുന്നോണം കേട്ടോ. എസ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എസ് ഓഫ് ഇസഡ് അനലറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അനലറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ഇൻസൈഡ് സർക്കിൾ ഓഫ് കൺവേർജൻസ് ആണ് എടുത്തു. നേരത്തെ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജി ഇസഡ് ഈക്വൽ ടു 1 എന്ന് എടുത്തു. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി ജി ഇസഡ് ഇൻറ്റു എസ് ഇസഡ് ഡി ഇസഡ് എന്താണ്? ജി ഇസഡ് ഇവിടെ 1 ആണ്. സമേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇന്റഗ്രൽ ഓവർ സി ജി ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ ഡി ഇസഡ് ആണ്. ഇവിടെ ജി ഇസഡ് 1 ആണ്. നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ സി ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ ഡി ഇസഡ് എന്താണ്? ഈ സി എന്ന് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ, അത് എല്ലായിടത്തും അനലറ്റിക് ആണ്. ഇനി അതുകൊണ്ട് ഇൻസൈഡ് സിയും ഓൺ സിയും ഇത് അനലറ്റിക് ആണ്. നമുക്കറിയാം ബൈ കോഷി-ഗൂർസാറ്റ് തിയറം ഒരു ഫംഗ്ഷൻ അനലറ്റിക് ഇൻ ആൻഡ് ഓൺ എ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ ഈക്വൽ ടു 0 ആയി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ഇന്റഗ്രൽ ഓവർ സി എസ് ഇസഡ് ഡി ഇസഡ് എന്താന്ന് കിട്ടി? 0 ആണ് ഫോർ എനി ക്ലോസ്ഡ് കോണ്ടൂർ സി ഇൻസൈഡ് ദ സർക്കിൾ ഓഫ് കൺവേർജൻസ്. ആൻഡ് എസ് ഓഫ് ഇസഡ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മളുടെ മൊറേറാസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എസ് ഓഫ് ഇസഡ് കണ്ടിന്യൂസും ഓവർ എനി ക്ലോസ്ഡ് കോണ്ടൂർ എസ് ഓഫ് ഇസഡ് ഡി ഇസഡ് 0 ആണെങ്കിൽ എസ് ഓഫ് ഇസഡ് എന്താന്ന് പറയും? അനലറ്റിക് ആണെന്നാണ് മൊറേറാസ് തിയറം പറയുന്നത്. അപ്പം മൊറേറാസ് തിയറം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു കോഷി-ഗൂർസാറ്റ് തിയറത്തിന്റെ ഏകദേശം കോൺവേഴ്സ് പോലെയാണെന്നുള്ളത് കേട്ടോ. അതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, സ്റ്റേറ്റ് ദ കോൺവേഴ്സ് ഓഫ് കോഷി-ഗൂർസാറ്റ് തിയറം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ മൊറേറാസ് തിയറം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് കോഷി-ഗൂർസാറ്റ് തിയറത്തിന്റെ കോൺവേഴ്സ് പോലെ പറയാം. അപ്പോൾ ഇത് ഈ മൊറേറാസ് തിയറത്തിൽ നിന്നാണ് നമുക്ക് എസ് ഓഫ് ഇസഡ് അനലറ്റിക് ആണ് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് സൈൻ ഇസഡ് ബൈ ഇസഡ് ആണ് വെൻ ഇസഡ് നോട്ട് ഈക്വൽ ടു 0. കാരണം 0യിൽ ഡിഫൈൻഡ് അല്ല. കാരണം ഈ ഡിനോമിനേറ്റർ എന്തായി പോകും? ബൈ 0 വരുമ്പോൾ അത് ഡിഫൈൻഡ് അല്ലാണ്ട് പോകും. അത് ഈക്വൽ ടു 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെൻ ഇസഡ് ഈക്വൽ ടു 0. നമുക്ക് കാണിക്കേണ്ടത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്തായാലും ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇത് കാണാനൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഈ തിയറം എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കറിയാം സൈൻ ഇസഡിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറിയാം. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. -1 raised to n z raised to n plus 1 by 2n plus 1 factorial when mod z less than infinity. ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ ഇസഡ് ബൈ ഇസഡ് ആണ്. അപ്പോൾ ആ 1 ബൈ ഇസഡ് ഈ പവർ സീരീസിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് സൈൻ ഇസഡ് ബൈ ഇസഡ് ആണ് ഈ കാണിക്കുന്നത്. സൈൻ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു 1 ബൈ ഇസഡ് ഇൻറ്റു ഒരു ഇസഡ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇസഡ് റേസ് ടു 2n ആവും. This converges to f of z when z not equal to 0. z not equal to 0 ആവുമ്പോൾ അല്ലേ ഒരു സീരീസ് ഈക്വൽ ടു എഫ് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് converges to f of z എന്നാണ്. ഇനി ഈ സീരീസിൽ തന്നെ നമ്മൾ z ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എന്താ കിട്ടുക? z ഈക്വൽ ടു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എല്ലാ ടേംസും ആദ്യത്തെ ടേം എന്ത് വരും? -1 raised to 0 z raised to 0. അപ്പോൾ ആദ്യത്തെ ടേം 1 ആണ്. 1 plus second term ആണ് -1 z by 2n plus 1 അതായത് 3 factorial z raised to 2 z square by n-ന് 1 കൊടുത്ത് കഴിയുമ്പോൾ ഇത് 3 factorial ആണ്. അങ്ങനെയുള്ള ടേം ആണ്. അപ്പോൾ z-ന് 0 കൊടുത്ത് കഴിയുമ്പോൾ എന്താണ്? ഈ ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതായത് at z equal to 0 the above series converges to 1 ആണ്. ആ 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 ആണ് 1. അപ്പോൾ നമുക്കറിയാം എഫ് ഇസഡ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ കൺവേർജന്റ് പവർ സീരീസ്. നേരത്തെ പറഞ്ഞിരുന്നു ഏതാണോ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഫംഗ്ഷൻ എസ് ഓഫ് ഇസഡ് അത് അനലറ്റിക് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഈ പറയുന്ന സൈൻ ഇസഡ് ബൈ ഇസഡിന്റെ സീരീസ് കൺവേർജ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? എഫ് ഓഫ് ഇസഡ് ആണ്. ഈ എഫ് ഓഫ് ഇസഡ് എവിടെയൊക്കെ അനലറ്റിക് ആണ്? മോഡ് ഇസഡ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ. ഈ പവർ സീരീസ് നമുക്ക് എല്ലായിടത്തും പറയാം അല്ലെ? പവർ സീരീസ് കറസ്പോണ്ടിങ് പവർ സീരീസ് നമ്മൾ എല്ലായിടത്തും ഡിഫൈൻ ചെയ്തു. അപ്പോൾ ദിസ് പവർ സീരീസ് converges to s of z. ഇവിടുത്തെ s of z എന്ന് പറയുന്നത് f of z ആണ്. and it is defined in all z where mod z less than infinity അല്ലേ? z equal to 0 യിൽ not equal to 0 യിൽ ഇതും z equal to 0 എല്ലായിടത്തും ഈ പവർ സീരീസ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ദിസ് f of z എന്ന് പറയുന്ന ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ ആണ് കേട്ടോ.
Ni the power series S of Z equal to summation n equal to 0 to infinity can be differentiated term by term. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്റഗ്രേഷൻ എന്താണ് ഇന്റഗ്രേഷന്റെ ഉള്ളിൽ സമ്മേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് that can be integrated term by term ആണ് RHS കാണിക്കുന്നത്. RHS പറയുന്നത് that can be integrated term by term. കാരണം സമ്മേഷൻ കൊടുക്കുമ്പോൾ ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഡിഫറൻസിയേഷന്റെ കാര്യവും പറയുന്നത്. നമ്മൾ ഒരു പവർ സീരീസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ദ ഹോൾ സീരീസ് ഇസ് ഈക്വലൻ ടു എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് the terms in the series term by term. Entire series infinite series ne differentiate ചെയ്യുന്നത് is equivalent to എന്താണ് differentiating the terms in the infinite series 1 by 1. അപ്പോൾ അതാണ് നമ്മളുടെ ഒറിജിനൽ സീരീസ് എന്താണ് പവർ സീരീസ് സമ്മേഷൻ n equal to 0 to infinity a n z minus z naught raised to n. അതെങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു എസ് ഓഫ് ഇസഡിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ സമ്മേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എസ് ഡാഷ് ഇസഡ്. ഈ എസ് ഡാഷ് ഇസഡ് ഈക്വൽ ടു ഈ ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക n into a n z minus z naught raised to n minus 1. ഇത് n equal to 1 to infinity. കാരണം n 0 ആകുമ്പോഴത്തേക്ക് ആ ടേം 0 ആയിപ്പോൾ അതുകൊണ്ടാണ് n equal to 1 to infinity എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളതാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് ഒറ്റ ടൈമിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഇതിലെ സീരീസിലെ ഓരോ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും സെയിം ആണെന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ let Z denote any point interior to the circle of convergence of series given above. C എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ സറൗണ്ടിങ് Z ആൻഡ് ഇന്റീരിയർ ടു സർക്കിൾ ഓഫ് കൺവേർജൻസ്. ഞാൻ എൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ് ജി ഓഫ് എസ്. ജി ഓഫ് എസ് എന്ന് പറയുന്നത് 1/2πi 1/s - z ഹോൾ സ്ക്വയർ. ഇതെവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ സർക്കിൾ ഓഫ് കൺവേർജൻസിൻ്റെ ഉള്ളിൽ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ട് സി. അതിലെ ഓരോ എസിലും ഞാൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇസഡ് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ഇസഡ് എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിന്റെ ഉള്ളിൽ, അതായത് ഇസഡ് ഡിനോട്ട് എനി പോയിന്റ് ഇന്റീരിയർ ടു ദ സർക്കിൾ ഓഫ് കോൺവെർജൻസ് ആണ്. സി എന്ന് പറയുന്നത് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ്. അപ്പോൾ എന്തായാലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, കാരണം ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് ആണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് ഈക്വൽ ടു ഇസഡ് ആവൂല. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആൻഡ് ഓൾസോ കണ്ടിന്യൂസ്. ഇനി നമ്മളുടെ നേരത്തെ റിസൾട്ട് വെച്ച് ഇന്റഗ്രൽ ഓഫ് സി ജി ഓഫ് എസ് എസ് ഓഫ് എസ് ഡി എസ്, നമ്മൾ ഐസഡിന് പകരം സിയിലുള്ള പോയിന്റ്സിനെ സ്മോൾ എസ് കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. ആ റിസൾട്ട് വെച്ച് ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n equal to 0 to infinity a n ഇന്റഗ്രൽ ഓഫ് സി ജി എസ് എസ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n ഡി എസ്. ഇസഡ് മൈനസിന് പകരം എസ് മൈനസ്. എസ് ക്യാപിറ്റൽ എസ് എന്താണ്? അനലിറ്റിക് ഇൻലൈൻ ഓൺ സി ആണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് സി ജി എസ് എസ് ഓഫ് എസ്. ഇപ്പം ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇത് എന്താണെന്ന് നോക്കാൻ പോവാണ്. ജി ഓഫ് എസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 1/2πi 1/s - z സ്ക്വയർ ആണ്. ഇതേ ഇൻറ്റു എസ് ഓഫ് എസ് ഡി എസ്. 1/2π പുറത്തെടുത്തു, എസ് ഓഫ് എസ് ബൈ എസ് മൈനസ് ഇസഡ് ഹോൾ സ്ക്വയർ ഡി എസ്. ഇത് ഈക്വൽ ടു എന്താണ്? ഇത് ഈ ഫോമിലായിരിക്കുന്നു, എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഹോൾ സ്ക്വയർ 1/2πi ഡി ഇസഡ്. നമ്മുടെ കോഷി ഇന്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇസഡ് ആണ് അല്ലേ. എഫ് ഡാഷ് ഇസഡ് നോട്ട് ആണ്. ഇസഡ് നോട്ടിന്റെ സ്ഥാനത്ത് ഇവിടെ ഇരിക്കുന്നത് ഇസഡ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എസ് ഡാഷ് ഇസഡ്. എഫ് ഡാഷ് ഇസഡ് നോട്ടിന് പകരം ഇത് ഇവിടെയുള്ള ഫംഗ്ഷൻ എസ് ഓഫ് എസ് ആയതുകൊണ്ട് ഇത് എസ് ഡാഷ് ഇസഡ് ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി നമുക്ക് എസ് ഡാഷ് ഇസഡ്. ഇനി അതാണ് ഇക്വേഷൻ 2 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എസ് എസ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n ഡി എസ് നോക്കുകയാണ്. ഇവിടെ ജി ഓഫ് എസിനെ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എസ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n ബൈ എസ് മൈനസ് ഇസഡ് ഹോൾ സ്ക്വയർ ഡി എസ്. ഇവിടെ എഫ് ഓഫ് ഇസഡിന്റെ സ്ഥാനത്തുള്ള ഫംഗ്ഷൻ എസ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n ആണ്. അഗെയിൻ ബൈ എക്സ്റ്റൻഷൻ ഓഫ് കോഷി ഇന്റഗ്രൽ ഫോർമുല വെച്ച് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇസഡ് നോട്ട് ആണ്.
എഫ് ഡാഷ് ഇസഡ് നോട്ട് ആണ്. ഇവിടെ എഫ് ഡാഷ് ഇസഡ് നോട്ട് എന്ന് പറയുന്ന ഇസഡ് നോട്ടിന്റെ സ്ഥാനത്താണ് നമ്മളുടെ ഇസഡ് വന്നിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എസ് എസ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ ആണ്. എഫ് ഡാഷ് എന്ന് പറയുന്ന എൻ ഇൻറ്റു എസ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ മൈനസ് വൺ. അപ്പൊ എഫ് ഡാഷ് ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പൊ ദിസ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു എൻ മൈനസ് വൺ. ഇനി ഇക്വേഷൻ ആ വണ്ണിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേമിൽ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2, 3 ആൻഡ് ഇൻ 1. 2 നമുക്ക് ഇത് കിട്ടി. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടും. ഇനി 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി n ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ, അതുകൊണ്ടാണ് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഉള്ളത്. Hence the theorem is proved. ഇത് ഒരിക്കലും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഒരു എക്സാമ്പിൾ പോലെ ജസ്റ്റ് ഇലസ്ട്രേഷൻ ആണ്. 1/z എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെയാണ് ഡിഫൈൻഡ് അല്ലാത്തത്? z ഈക്വൽ ടു 0യിലാണ് ഡിഫൈൻഡ് അല്ലാത്തത്. അപ്പൊ ഇവിടെ മോഡ് z മൈനസ് 1, z മൈനസ് 1ന്റെ പവേഴ്സിൽ 1/z-നെ z-ന്റെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ആ എക്സ്പാൻഷൻ? 1/z തന്നെയാണ്. കാരണം ഓൾറെഡി അത് z-ന്റെ പവറിലാണ് കിടക്കുന്നത്. z മൈനസ് 1ന്റെ പവറിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 1/, ഇതിനെ z മൈനസ് 1 പ്ലസ് 1 എഴുതുക. അപ്പൊ ദിസ് ഈസ് 1/1 പ്ലസ് z മൈനസ് 1 എന്നായി. ഇനി ഇതിനെ റേസ് ടു 1 പ്ലസ് z മൈനസ് 1 റേസ് ടു മൈനസ് 1. ഈ എക്സ്പാൻഷൻ എഴുതാൻ പറ്റണമെങ്കിൽ ഏത് കണ്ടീഷൻ വേണം? ഇവിടെയുള്ള ടേമിന്റെ മോഡ് should be less than 1. അതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പാൻഷൻ പോസിബിൾ ആവണമെങ്കിൽ മോഡ് z മൈനസ് 1 ലെസ് ദാൻ 1 ആവണം. ഇതാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് -1/z². നമ്മളുടെ നേരത്തെ തിയറം വെച്ചിട്ട് എന്താണ് ഇതിന്റെ പവർ സീരീസ് എക്സ്പാൻഷൻ എന്തായിരിക്കും? -1/z²ന്റെ പവർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് -1 റേസ് ടു n ഇൻറ്റു z മൈനസ് 1 റേസ് ടു n മൈനസ് 1 ആണ്. അത്രേ എഴുതിയിട്ടുള്ളൂ. അതായത് എക്സാമ്പിൾ വെച്ച് വെറുതെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ.